ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് ഇന്ന് വന്നിരിക്കുന്ന വളരെ സുപ്രധാനമായ മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേകിച്ചും ആശ്വാസകരമായ ഒരു വാർത്തയുണ്ട്. ന്യൂസ് ക്ലിക്ക് ചീഫ് എഡിറ്റർ പ്രബീർ പുർകായത്തെ ഇ.ഡി. ചുമത്തിയ കേസിൽ നിന്ന് കോടതി കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. എഫ്ഐആറിലെ മുഴുവൻ ആരോപണങ്ങളും അംഗീകരിച്ചാലും IPCയിലെ 406, 420 വകുപ്പുകൾ നിലനിൽക്കില്ല എന്നാണ് കോടതി പറഞ്ഞത്. മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ കുറ്റം ചുമത്തിയത് നിയമപ്രക്രിയയുടെ ഗുരുതരമായ ദുരുപയോഗമാണെന്ന് കോടതി നിരീക്ഷിക്കുകയുണ്ടായി. പ്രമോദ് സാറ്, ഇക്കാര്യത്തിൽ പല ഇ.ഡിയുടെ പല കേസുകളെ കുറിച്ച് നമുക്കറിയാം. പക്ഷേ ഇത് ഇ.ഡിയുടെ കേസ് എന്ന് മാത്രമല്ല, CBIയുടെ കേസുണ്ട്, FCRA നിയമലംഘനത്തിനും ബന്ധപ്പെട്ടുള്ള കേസുണ്ട്. അപ്പോൾ ഈ കേസ് കോടതിയുടെ കേസിൻ്റെ കുറ്റമുക്തനാക്കിയെന്നത് മാത്രമല്ല, കോടതിയുടെ പല പരാമർശങ്ങളും ഇത് ശരിക്കും ഇ.ഡിയുടെ മുഖത്തടിക്കുന്ന രൂപത്തിലുള്ളതല്ലേ? തീർച്ചയായിട്ടും. ഇ.ഡി എന്ന് പറയുമ്പോൾ ഞാൻ അക്കാര്യത്തിൽ കാണുന്നത് ഇ.ഡി മാത്രമല്ല, ഇത് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നടത്തിയ ഒരു നീക്കമായിരുന്നു ന്യൂസ് ക്ലിക്കിനെതിരെ. ന്യൂസ് ക്ലിക്ക് ചൈനയ്ക്ക് വേണ്ടി അവിടെ നിന്ന് പണം വാങ്ങി ചൈനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ചുമത്തിക്കൊണ്ട് പല തരത്തിലുള്ള കേസുകളാണ് എടുത്തത്. UAPA ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇ.ഡിയുടെ കേസ് വരുന്നു, എക്കണോമിക് ഈ പറഞ്ഞ FCRA ലംഘനം വരുന്നു. അപ്പോൾ അങ്ങനെ പല കോണുകളിൽ നിന്നായിട്ട് അവരെ പിടിച്ച് അവരെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമായിരുന്നു ഇതിൽ നടന്നത്. അത് നമുക്കറിയാം. അന്ന് നടന്ന റെയ്ഡുകളെക്കുറിച്ച് ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തതാണ്. റെയ്ഡുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരെ അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, ആ ന്യൂസ് ക്ലിക്കിലെ മുഴുവൻ ജേർണലിസ്റ്റുകളുടെയും മൊബൈൽ ഫോണുകൾ പിടിച്ചെടുക്കുന്നു, ലാപ്ടോപ്പുകൾ പിടിച്ചെടുക്കുന്നു. ഒരാൾക്കും ഒരു തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനുള്ള സാഹചര്യം ഇല്ലാത്ത രീതിയിൽ അങ്ങ് ബന്ദികളാക്കിക്കൊണ്ടുള്ള രീതിയിലുള്ള ഒരു റെയ്ഡൊക്കെയാണ് നടന്നത്. അതുൾപ്പെടെ ഒന്ന് ആലോചിക്കണം, അതുൾപ്പെടെ അങ്ങ് ഇല്ലാതാവുകയാണ്. അപ്പോൾ അത്ര കണ്ട് അതിനുള്ള വിദൂരമായ തെളിവ് പോലുമില്ല. ഇപ്പോൾ ഈ സാമ്പത്തിക കുറ്റകൃത്യത്തിന്, ഈ ഇ.ഡി ചുമത്തിയിരിക്കുന്ന കുറ്റകൃത്യത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വിദൂരമായ ഒരു അംശം പോലും ഇല്ലാന്ന് ഡൽഹി ഹൈക്കോടതി പറഞ്ഞിരിക്കുക. ഡൽഹി പോലീസിൻ്റെ എക്കണോമിക് വിങ്ങാണ് ഇതിനുള്ള FIR ഇട്ടത്. ആ FIR ഇട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇ.ഡി ആ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാണേണ്ടത് അതിനു വേണ്ടിയിട്ടുള്ള വലിയ കഠിനമായൊരു ശ്രമമാണ് നടത്തിയത്. ഇതിൻ്റെ പേരിൽ ഇതിൽ UAPA ചുമത്തിക്കൊണ്ട് ഇദ്ദേഹവും HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനും പ്രബീർ പുർകായത്തെയും HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനെയും ജയിലിലടച്ചു. 7 മാസത്തോളം അവർ ജയിലിൽ കഴിഞ്ഞു. 7 മാസം ജയിൽ കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് ജാമ്യം കിട്ടി പുറത്ത്. ജാമ്യം കിട്ടിയത് തന്നെ സുപ്രീം കോടതിയുടെ ഇക്കാര്യത്തിലുള്ള ഇടപെടലിലൂടെയാണ്. മാത്രമല്ല, മറ്റ് 2 കേസുകളിൽ, ഇപ്പോൾ ഈ ഇ.ഡി ചുമത്തിയ കേസിലും അതുപോലെ തന്നെ FCRAയുമായി ബന്ധപ്പെട്ട കേസിലും ഇവർക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തു. അതും അതിനകത്ത് എന്താ പറയുക, എടുത്തു പറയത്തക്ക അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ടിയ ഒരു കേസില്ല എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് മൊത്തമായിട്ട് ഇതൊരു എന്താ പറയുക, ഒരു വ്യാജമായി ഉണ്ടാക്കിയെടുത്ത ഒരു കേസാണ് എന്നുള്ള കാര്യം പച്ചയായി തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്നത്, ഇത്രയധികം ഒരു അറ്റാക്ക് ഒരു മാധ്യമത്തിന് നേരെ നടന്നിട്ട് നമ്മുടെ മാധ്യമ ലോകം ഇന്ത്യയിൽ ഏത് നിലയിലാണ് അതിനോട് പ്രതികരിച്ചത്? ചില മാധ്യമങ്ങൾ, നമ്മുടെ സമാന്തരമായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ, ഇപ്പോൾ വയറാവട്ടെ അല്ലെങ്കിൽ ന്യൂസ് മിനിറ്റ് ആവട്ടെ, അതുപോലുള്ള മാധ്യമങ്ങളൊക്കെ ഒരുപക്ഷെ അതിനുവേണ്ടി രംഗത്ത് വന്നിട്ടുണ്ടാവും, ഓൺലൈൻ രംഗത്ത് പ്രവർത്തിക്കുന്നത്. അല്ലാതെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും തന്നെ ഈ വലിയൊരു അക്രമത്തിനെതിരെ രംഗത്ത് വന്നില്ല. ആദ്യഘട്ടത്തിൽ ഈ റെയ്ഡിൻ്റെ സമയത്തൊക്കെയുള്ള ചില സംഗതികൾ ഒരു പ്രതിഷേധമൊക്കെ വന്നു എന്നുള്ളതല്ലാതെ, അപ്പോൾ നമ്മൾ എത്ര കണ്ട് അതിനകത്ത് നോർമലൈസ് ചെയ്യപ്പെട്ടു എന്ന് ആലോചിക്കണം. അപ്പോൾ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ് വെച്ചിട്ട് ഒരു മാധ്യമ സ്ഥാപനത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. അജിംസ്, ഈ ഒരു വിധി കാണുമ്പോൾ മീഡിയ വണ്ണിൻ്റെ കേസൊക്കെ ഓർമ്മയിൽ വരുന്നുണ്ടോ? മീഡിയ വണ്ണിൻ്റെ കേസിൽ ഇത് തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. നമ്മുടെ കേസിൽ നമ്മളെന്താ ചെയ്ത് കുറ്റം നമുക്കറിയില്ലായിരുന്നു, ഒന്നും അറിയില്ല. ഒരു നോട്ടീസ് നിർത്തിക്കൊള്ളാൻ പറഞ്ഞു, പിന്നെ നമ്മൾ പോയി അന്വേഷിക്കണമെന്ന് എന്നെ കുറ്റം ചെയ്തു എന്ന് സീൽ ലെവൽ കൊടുക്കുന്നു. ഇതങ്ങനെയല്ല. ഇത് സാർ നേരത്തെ പറഞ്ഞല്ലോ, വളരെ ആസൂത്രിതമാണ്. ആസൂത്രിതം എന്ന് വെച്ചാൽ ഇവർ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കാൻ തീരുമാനിക്കും ഈ കമ്പനി, ന്യൂസ് ക്ലിക്കിൻ്റെ കമ്പനി. അപ്പോൾ അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വിദേശത്തു നിന്നാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പനിയുള്ളത്. അതിനെന്തെങ്കിലും തടസ്സമുണ്ടോ? അതായത് മാധ്യമങ്ങളിൽ വിദേശ നിക്ഷേപത്തിന് ചില പരിധികളുണ്ട്, ക്യാപ്പുണ്ട്. അത് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ബാധകമാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കത്ത് MIBക്ക് അയക്കുകയാണ്. ആ കത്തിന് അവർ നൽകിയ മറുപടി അങ്ങനെ ഒരു ക്യാപ്പും ഇല്ല, ഒരു ഓൺലൈൻ മാധ്യമത്തിന് വിദേശ നിക്ഷേപം ഒരു തരം പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് കൊടുക്കുന്നു. ആ കത്ത് അവർ വയ്ക്കുന്ന ഒരു വിദേശ നിക്ഷേപം സ്വീകരിക്കുന്നു. അപ്പോഴാണ് 2019 കർഷക ലാഭം ഉണ്ടാകുന്നത്, കർഷക സമരം വരുന്നത്. കർഷക സമരം അവർ എക്സ്റ്റെൻസീവായിട്ട് റിപ്പോർട്ട് ചെയ്തു. ഒരു പക്ഷേ ഇന്ത്യയിലെ ഏത് മാധ്യമങ്ങളെക്കാൾ കൂടുതൽ അതിൽ റിപ്പോർട്ടുകൾ കൊടുത്തൊരു മാധ്യമമായിരുന്നു ന്യൂസ് ക്ലിക്ക്. ഉടൻ തന്നെ അവർക്കെതിരെ ഇതേ കാര്യം പറഞ്ഞുകൊണ്ട്, അപ്പോൾ അവരത് എടുത്തു വെച്ചേക്കാണ്. ഇവർ വാങ്ങട്ടെ, ഏതെങ്കിലും സമയത്ത് ഉപയോഗിക്കാം എന്നുള്ള അർത്ഥത്തിൽ എടുത്തു വെച്ചേക്കാണ്. അത് ആ കേസ് നിലനിൽക്കുമോ ജയിക്കുമോ എന്നുള്ള സർക്കാരിൻ്റെ പ്രശ്നമേ അല്ല.
ഈ കഴിഞ്ഞു പോയ 7 വർഷം, ആ 7 വർഷം തന്നെയാണ് അവർക്ക് കിട്ടിയ പണിഷ്മെന്റ്. അതിന് പിന്നിൽ ഇപ്പോൾ അവരുടെ ജാമ്യത്തിന് വേണ്ടി പോകണം, ആ കേസ് നടത്തണം, കോടികൾ ചിലവാകും ആ സ്ഥാപനത്തെ സംബന്ധിച്ച്. അതൊരു സമാന്തര മാധ്യമമാണ്, ഒരു കോർപ്പറേറ്റ് സ്ഥാപനമല്ല. ഒരു സമാന്തര മാധ്യമം എന്ന നിലയിൽ അവർക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടത്തെയാണ് അവർ അല്ലാതെ ബ്ലീഡ് ചെയ്യുന്നത്. അവരുടെ ആ സ്ഥാപനം എത്രമാത്രം ബ്ലീഡ് ചെയ്തിട്ടുണ്ടാവും നമ്മൾ ഇവിടെ അനുഭവിച്ചതുപോലെ തന്നെ. നമുക്കത് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഇടയിൽ ഈ മറ്റേ HR മാനേജർ മാപ്പസാക്ഷിയാവാൻ തയ്യാറായിരുന്നു തോന്നുന്നു. അപ്പോൾ ഇന്ത്യയിൽ മാധ്യമ പ്രവർത്തനത്തിന്റെ റാങ്കിങ് 156ഒക്കെയാണ്, അതിന് മുന്നോട്ട് പോകുന്നില്ല. അതിന്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. ഏതായാലും ഇന്നത്തെ ഫൈനൽ ആർഗ്യുമെന്റ് ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി സ്പെഷ്യൽ എഡിഷനിൽ നിഷാദ് റാവുത്തർ.